BJPനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നേരം വെളുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ ആ മണിപ്പൂർ പോയി നോക്കണം. ഈ നിലയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുക. മതേതരത്വം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവില്ല. മതേതരത്വം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം? ഇപ്പോൾ ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകളിൽ ശ്രദ്ധിക്കുക, പിന്നോക്കക്കാരൻ്റെ പ്രാർത്ഥനയും മുന്നോക്കക്കാരൻ്റെ പ്രാർത്ഥനയും രണ്ടാണ്. ബലിതർപ്പണത്തിൽ പോലും പിന്നെ എങ്ങനെയാണ് ഹിന്ദു എന്ന് പറയാം? ഒരാൾ ശിവനെ പ്രാർത്ഥിക്കാൻ പറയുന്നു, ഒരാൾ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നു, ഒരാൾ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നു. എവിടെയാണ് ഹിന്ദു? പള്ളിയുടെ ലൈനിൽ പോവുക, ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിൻ്റെ. പക്ഷെ അതിലൊന്നും കൈകടത്താണ്ടുള്ള രാഷ്ട്രീയമാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് ക്രിസ്ത്യാനും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒരേ രീതിയിൽ ഒരു നല്ല സൗഹാർദ്ദത്തോടു കൂടി പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഒരു മതസ്ഥരെയും നമ്മൾ വേദനിപ്പിക്കരുത്, ഒരു മതസ്ഥരുടെ സ്ഥാപനങ്ങളും നമ്മൾ ഒട്ടും അങ്ങോട്ട് കൈയേറാനോ നോക്കാനോ ഒന്നും പാടില്ല. എക്സ്പെഷ്യലി ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി കുട്ടികളിൽ തന്നെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുക, അവരെ കൊണ്ട് തോന്നിയാസങ്ങൾ ചെയ്യിപ്പിക്കുക. അത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം തന്നെയല്ലേ. ഈ അച്ഛന്മാരടിക്കുന്നതും അല്ലെങ്കിൽ ഇമാമിനെ ആക്രമിക്കുന്നതും പൂജാരെ ആക്രമിക്കുന്നതുമെല്ലാം അത് ഇന്ത്യക്ക് പറഞ്ഞിട്ടുള്ളതല്ലത്. സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റുന്നു. നമ്മൾ മറ്റുള്ളവരെ മതത്തെ, ഭക്ഷണത്തെ, ഇതിനൊക്കെ നമ്മൾ എന്തിനാ അങ്ങനെ വെറുപ്പോടെ കാണുന്നത്? വളരെ മോശമല്ല അതൊക്കെ. ഇവിടെ ഒന്നും കൊണ്ടുപോകണല്ലോ ആരും മരിച്ചു പോകുമ്പോൾ. പിന്നെ വെറും വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയാ, ഗ്യാരണ്ടി സ്വയം പൊക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നരേന്ദ്രമോദിയാണ്. മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് ഏത് ക്രിസ്ത്യാനികളോട് ചെയ്യണത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവർ മതങ്ങൾ അവരെ വഴിക്ക് പോട്ടെ, രാഷ്ട്രീയക്കാരും വോട്ടർമാരും അവരുടെ വഴിക്ക് പോട്ടെ. വോട്ട് ചെയ്യണമെന്ന് അവർക്ക് ആരും വേണമെന്ന് അവർ തിരഞ്ഞെടുത്തോട്ടെ. അതിന് മതം കൂട്ടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. മുസ്ലിം സമുദായമുള്ളതുകൊണ്ട് ക്രൈസ്തവനുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ പിന്നോക്കക്കാർ അവൻ്റെ സ്വാതന്ത്ര്യം ഇതെങ്കിലും ഉപയോഗിക്കുന്നത്. മറ്റ് മതസ്ഥര ദൈവത്തിൻ്റെ ആരാധന ജയശ്രീമല്ല. ഇപ്പോൾ ക്രിസ്ത്യനെ സംബന്ധിച്ചോളം അവൻ്റെ യേശുവാണ്, മുസ്ലിം സംബന്ധിച്ചോളം അവൻ അള്ളയാണ്. മറ്റുള്ള പല വിഭാഗങ്ങൾക്കും ജയശ്രീം അല്ല അവരുടെ ദൈവം. അപ്പോൾ മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കരുത്, അവരവരവരുടെ വിശ്വാസമായിട്ട് നടന്നോട്ടെ. അത് തെറ്റാണെന്ന് ഞങ്ങളുടെ അഭിപ്രായം. അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ. ഓരോരുത്തരും മതവിശ്വാസമായിട്ട് അവർ നടന്നോട്ടെ. അതിനിപ്പോൾ ആർക്കെന്താ കുറ്റം? ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു. ഇതുവരെ നമ്മൾ ഇന്ത്യയിൽ പിന്തുടരുന്ന ഓരോരുത്തർ മതവിശ്വാസം അവർ പിന്തുടരുന്നു. അല്ലാതെ ഇന്നതാണ് നല്ലത്, ഇന്നാണ് ശരി, അത് ശരിയല്ല. അവനവൻ്റെ വിശ്വാസമായിട്ട് ഓരോരുത്തർ മുന്നോട്ട് പോയിക്കോട്ടെ. അതല്ല മതേതരത്വം. എല്ലാവരും ഒറ്റക്കെട്ടായി ഒരേ സമൂഹത്തിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെ ജീവിക്കലല്ലേ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അതാണ് എൻ്റെ അഭിപ്രായം. അതാഗ്രഹിക്കുന്ന കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇത് ഹിന്ദു രാഷ്ട്രമാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അവർക്ക്. അതിൻ്റെ ആദ്യപടിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ജയശ്രീയം. പലതും ഉണ്ട് അവരെ, പലതും അവർ നടപ്പാക്കി കഴിഞ്ഞു, പലതും അവിടെ നടപ്പാക്കാൻ അവർക്ക് ബാക്കിയുണ്ട്. അതിങ്ങനെ പടിപടിയായിട്ട് നടത്തും. പിന്നെ അവരെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പണ്ടുണ്ട് 100 കൊല്ലം കഴിഞ്ഞ് ഹിന്ദു രാഷ്ട്രമാക്കുന്നത്. 1925 സ്ഥാപിച്ച RSS 100 വർഷം കഴിഞ്ഞാൽ 2025 ഹിന്ദു രാഷ്ട്രമാക്കുന്നത്. അപ്പോൾ 2024 അപ്പോൾ അവർ കുറേയൊക്കെ അവർ നടത്തിയിട്ടുണ്ട്, ഇനി അവർ നടത്തും. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് മാത്രം കണ്ടാൽ മതി. ഇന്ത്യക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. ഇന്ത്യയിൽ ഇപ്പോൾ ഹിന്ദു മുസ്ലിം എന്നും അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു ബദ്ധശത്രു വൈരിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇവിടെ സമാധാനം ഉണ്ടാവുക? എല്ലാവരും ഏകോദര സഹോദരന്മാർ ജീവിക്കുമ്പോഴല്ലേ സമാധാനം. അത് വിഭിന്നമായിട്ട് വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുമ്പോൾ എവിടെ സമാധാനം ഉണ്ടാവും? അത് പുകഞ്ഞ ഒരു വലിയ വിഷയത്തിലേക്ക് എത്തുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. മണിപ്പൂർ 100% അനുഭവിച്ചു. അവിടെ എത്ര സ്ത്രീകളെ മറ്റേ നമ്മൾ ഫോട്ടോയിൽ കണ്ടില്ലേ, നഗ്നരാക്കിയിട്ട് നടത്തി ബലാത്സംഗം മറ്റൊക്കെ എത്ര ആൾക്കാരൊക്കെ കൊന്നു. ഇന്ത്യ ഭരണകൂടം അത് ശക്തമായി ഇടപെട്ട് നല്ലൊരു തീരുമാനം എടുത്തോ? ഇല്ല. ഇപ്പോഴും അവിടെ കഴിഞ്ഞ ആഴ്ച 2 ആൾക്കാരെ കൊന്നുണ്ട്. കുക്കി പേപ്പറിൽ നമ്മൾ വായിച്ചില്ലേ. എന്താ ഈ പറഞ്ഞത്? BJPനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ടല്ലോ, അവർക്ക് നേരം വെളുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ ആ മണിപ്പൂർ പോയി നോക്കണം. ഇപ്പോൾ ഭോപ്പാലിൽ എവിടെ അങ്ങോട്ട് അല്ല തെലുങ്കാനയിൽ ഇപ്പോൾ അച്ഛനടിച്ചു, പള്ളിയിലടിച്ചു. എന്താ പറഞ്ഞത്? അവർ വസ്ത്രം ഇട്ട് വന്നപ്പോൾ അത് രക്ഷിതാക്കളോട് സമ്മതത്തിൽ വരുന്ന പറഞ്ഞു അച്ഛനടിച്ചു. പിന്നൊരു സ്ഥലത്ത് കുരിശ് അടിച്ച് പൊട്ടിച്ചിട്ട് കാവിക്കൊടി കെട്ടി ഇല്ലേ? എവിടെയുണ്ട്? ഒരു സ്ഥലത്ത് നമ്മൾ പേപ്പറിൽ കണ്ടു, സ്ഥലം എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ ഒരു അർത്ഥം? മറ്റുള്ള എല്ലാവർക്കും തുല്യമായി ജീവിക്കേണ്ട ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരാളുടെ എല്ലാവരും അല്ലേ.
ഇന്ത്യ വളരെ ഇങ്ങനെ പോകാൻ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോക്ക്. ഈ നിലയ്ക്കാണ് പോകുന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോക്ക്. മതേതരത്വം ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാവില്ല. മതേതരത്വം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ കാര്യം പറയാൻ പറ്റില്ല എങ്ങനെ സംഭവിക്കുന്നുള്ളത്. മതേതരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാവരും. അതാണ് നമ്മളിത്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെടുന്ന പറയാം അല്ലേ. ഇന്ത്യയുടെ ആത്മാവ് അത് മതേതരത്താണ് ഇന്ത്യയുടെ ആത്മാവ്. ജയ് ശ്രീറാം എന്ന് പറഞ്ഞ സംഗതി കേരളത്തിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലോ അത് യാഥാർത്ഥ്യമല്ല. ജയ് ശ്രീറാം എന്ന് പറഞ്ഞ സംഗതി ആര്യൻ്റെ കോൺസെപ്റ്റാണ്, അത് ദ്രാവിഡൻ്റെ കോൺസെപ്റ്റല്ല. ഇത് ആ 17% വരുന്ന ആര്യ സംസ്കാരത്തിന് അവൻ്റെ സ്വത്വബോധം ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെ മേലെ അടിച്ചേൽപ്പിക്കലാണ്. അല്ലാതെ ജയ് ശ്രീരാമൻ ഇവിടെ 330 കോടി ദൈവങ്ങളുണ്ട്. ഇപ്പോൾ ചില ട്രൈബൽ വിഭാഗത്തിൽ RSS കടന്നു കയറുന്നുണ്ട്. എന്തിൻ്റെ ഭാഗമാണ്? ഒരിക്കൽ പോലും ശ്രീരാമനെയോ ശിവനെയോ പോലും ആരാധിക്കാത്ത ആ കാട്ടിൽ മാത്രം വസിക്കുകയും അവിടുത്തെ ആരാധനമായി ഫോളോ ചെയ്യുന്ന മരങ്ങളെയും കല്ലുകളെയും മാത്രം ആരാധിക്കുന്ന ട്രൈബൽ വിഭാഗത്തിൽ പോലും RSSൻ്റെ ഐഡിയോളജി അപ്ലൈ ചെയ്യാനുള്ള പരിപാടിയാണ്. പക്ഷെ ഒരിക്കൽ പോലും മുസ്ലിം സമുദായമുള്ളതുകൊണ്ട് ക്രൈസ്തവനുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടുത്തെ പിന്നോക്കക്കാർ അവൻ്റെ സ്വാതന്ത്ര്യം ഇതെങ്കിലും ഉപയോഗിക്കുന്നത്. ഒരു വരേണ്യവർഗത്തിൻ്റെ മുന്നിൽ നമുക്ക് ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന അമ്പലങ്ങളിൽ ഇത്രയും കാലമായില്ലേ നവോത്ഥാന നായകന്മാർ വന്നു പോയിട്ട് പോലും എന്തുകൊണ്ടാണ് ഇവിടുത്തെ പിന്നോക്ക സമുദായത്തിന് മേജർ അമ്പലങ്ങളിൽ പൂജാരിമാരാകുമ്പോൾ കഴിയാത്തത്? ഇവിടെ ഗുരുവായൂർ അമ്പലത്തിലായാലും കൊടുങ്ങല്ലൂരായാലും ശബരിമലയിലായാലും കഴിയില്ല. ഇപ്പോൾ പുതിയ ഒരു സാധനം അവർ രൂപപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ. ഈ ട്രൈബൽ വിഭാഗത്തിൻ്റെ വൈലികൾ എന്നറിയപ്പെടുന്ന പ്രാർത്ഥിക്കാൻ അവസരം കൊടുത്തിരുന്ന ഒരു കല്ലിന് അവസരം കൊടുത്തിരുന്നിടത്തിപ്പോൾ പ്രതിഷ്ഠാ ദിനത്തിലേക്ക് വരിക. എല്ലാ വർഷവും പ്രതിഷ്ഠാ ദിനം 25,000, 30,000, 50,000 പ്രതിഷ്ഠാ ദിനത്തിൻ്റെ ഭാഗമായി അവർ മേടിക്കുന്നത്. അത് തീർത്തും എന്താണ് വരേണ്യ കോൺസെപ്റ്റ് അല്ല. എന്നുവെച്ചാൽ ഈ പൂജ ചെയ്തവൻ പോലും നാളെ ആ പിന്നോക്കക്കാരനെ അമ്പലത്തിൽ ഒന്ന് പ്രാർത്ഥിക്കില്ല. ആ രീതിയാണ്. പിന്നെ എങ്ങനെയാണ് അവർ നമ്മുടേതാവുക? ഇപ്പോൾ നമ്മളുടെ പ്രാർത്ഥന പോലും അങ്ങനെയാണ്. ഇപ്പോൾ ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകളിൽ ശ്രദ്ധിക്കുക, പിന്നോക്കക്കാരൻ്റെ പ്രാർത്ഥനയും മുന്നോക്കക്കാരൻ്റെ പ്രാർത്ഥനയും രണ്ടാണ്. ബലിതർപ്പണത്തിൽ പോലും. പിന്നെ എങ്ങനെയാണ് ഹിന്ദു എന്ന് പറയുക? ഒരാൾ ശിവനെ പ്രാർത്ഥിക്കാൻ പറയുന്നു, ഒരാൾ ബ്രഹ്മാവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നു, ഒരാൾ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാൻ പറയുന്നു. എവിടെയാണ് ഹിന്ദു? സ്വന്തം സമുദായത്തിന് സ്വന്തം മതത്തിന് വേണ്ടി സമരം അമ്പലത്തിൽ കയറാൻ വേണ്ടി സമരം ചെയ്യേണ്ടി വന്ന ഒരു ജനതയാണ് ഇവിടുത്തെ ഹിന്ദു. ലോകത്തിൽ എവിടെയുണ്ട് അവർക്കുണ്ടാവുക? മുസ്ലിം സമുദായം സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ക്രൈസ്തവ സമുദായം സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഹിന്ദു സമുദായം 1936 ക്ഷേത്രപ്രവേശ വിളംബരത്തിന് ശേഷം 1942 അമ്പലത്തിൽ കയറി തുടങ്ങിയത് പ്രാർത്ഥിക്കാൻ മാത്രമായിട്ട്, പൂജിക്കാൻ ഇപ്പോഴായിട്ടില്ല. 56 പൂജാ കർമ്മങ്ങൾ ചെയ്യുന്നവരെ ശാന്തിമാരെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ നിയമിച്ചെങ്കിലും അത് വലിയ അമ്പലങ്ങളിലൊന്നും ഇപ്പോഴും പൂജ ചെയ്യാൻ കഴിയില്ല. അല്ല, അതൊരു സ്വത്വബോധത്തെ നശിപ്പിക്കുക. അവരിപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവർക്ക് പങ്കില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാണ് കൂടുതൽ പങ്കെടുത്ത്, പിന്നോക്കക്കാർക്കാണ്. ഇവിടുത്തെ വരേണ്യവർഗത്തിനുണ്ട്. അത് ആ ഹൈന്ദവ കോൺസെപ്റ്റിൽ പോകുന്നവരായിരുന്നില്ല. അവർ ഇതുപോലത്തെ ഹിന്ദുത്വ കോൺസെപ്റ്റിൽ പോകുന്നവരായിരുന്നില്ല. പക്ഷേ അതിനുമേലെ ആധിപത്യം സ്ഥാപിക്കുക, ഞങ്ങളായിരുന്നു എന്നുള്ള ഒരു ചരിത്രം മാറ്റിയെഴുതലാണ് പാറസിൻ്റെ ആവശ്യം. ചരിത്രം മാറ്റിയെഴുതുക. പക്ഷേ ചരിത്രം ഇന്ത്യയിൽ മാത്രമല്ല എന്നുള്ള ധാരണ അവർക്കില്ല. ലോകം 200 കൊല്ലത്തിന് ശേഷമാണ്, 200 കൊല്ലം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഭരിച്ചതിന് ശേഷമാണ് ഇന്ത്യക്ക് ചരിത്രം ഉണ്ടാകുന്നുള്ളത് ഇവിടുത്തെ RSSകാർക്ക് അറിയില്ല. ഇവിടെ നിങ്ങൾ ഏത് ചരിത്രം നശിപ്പിച്ചാലും ഇത് വളരെ സുലഭമായി കിട്ടാവുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പുറത്തുണ്ടെന്നുള്ള ധാരണ ഇവിടുത്തെ RSSകാർക്ക് അറിയില്ല. അല്ല, അതൊരു വൈകാരം. ആൾക്കൂട്ടമാണ് എപ്പോഴും വൈകാരികമാകുമല്ലോ. ഇൻഡിവിജ്വലിൽ നിന്ന് മാറി നിന്നാൽ അവൻ്റെ കോമൺ സെൻസിൽ അവൻ ചിന്തിക്കും അത് തെറ്റാണെന്നുള്ളത്. ഇത് രാഷ്ട്രീയത്തിൽ കടക്കുന്നുണ്ടാകുന്ന അപകടമാണ്. അത് നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനെ കുറിച്ച് നമുക്കറിയാം. അവിടെ 3 രീതിയിലാണ് അധികാരം പങ്കിടുന്നത്. അതിൻ്റെ ദുരന്തം നമുക്കറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടിണിയും സമാധാനവും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിനേക്കാളും ഭീകരമായിരിക്കും ഇന്ത്യ. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ അപ്പുറത്ത് നമ്മളെ ആക്രമിക്കാൻ പതിയിരിക്കുന്നു. അതുപോലെ തന്നെ കശ്മീരിൽ, ആസാമിൽ, അതുപോലെ 200 ജില്ലകളിൽ ശക്തമായ നക്സൽ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 24% വരുന്ന മുസ്ലിങ്ങൾ, 18 കോടി മുസ്ലിങ്ങളിൽ 10% മുസ്ലിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം ഡിസ്റ്റർബ് ആവും. അതിലൊരു തർക്കമല്ല. പക്ഷേ എന്താണ് സംഗതി? നമ്മൾ ലോകത്ത് എവിടെ പോയാലും അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാവുക. ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തകർത്തുകൊണ്ട് ഒരിക്കൽ പോലും ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നോക്കുക, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അവർ സംരക്ഷിച്ചതായിരിക്കും, അവർ സന്തുഷ്ടമുള്ളവരായിരിക്കും. നേരെ മറിച്ച് അവരാക്രമിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം നിൽക്കുകയാണെങ്കിൽ
അത് നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമുക്കൊരു കല്യാണത്തിനോ ഒരു പൂരങ്ങൾക്കോ ഒരു ആഘോഷങ്ങൾക്കോ ഒരു സിനിമാ തിയേറ്ററിലോ പങ്കെടുക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. അതൊന്നും പാടില്ല, ഒരിക്കലും പാടില്ല. നമുക്ക് ജനാധിപത്യത്തിലൂടെ മുന്നോട്ട് പോകണം, സമാധാനമായിട്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കണം, അല്ലലില്ലാതെ ജീവിക്കണം. ഇവിടെ ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല, പക്ഷേ അല്ലലില്ലാതെ ജീവിക്കണം, നല്ല കാര്യങ്ങൾ ചെയ്യണം, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, ഒരു മതസ്ഥരെയും നമ്മൾ വേദനിപ്പിക്കരുത്, ഒരു മതസ്ഥരുടെ സ്ഥാപനങ്ങളും നമ്മൾ ഒട്ടും അങ്ങോട്ട് കൈയേറാനോ നോക്കാനോ ഒന്നും പാടില്ല നമുക്ക്. അതല്ല ജനാധിപത്യം. ജനാധിപത്യം നമ്മൾ ഗാന്ധിയനിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ജനാധിപത്യത്തിൽ തന്നെ പോകാൻ പാടുള്ളൂ. അതാണ് നമ്മൾ ഇന്ത്യനെ കണ്ടിട്ടുള്ളത്, അല്ലാതെ ഇന്ത്യനെ മറ്റൊരു രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മളെന്ത് ചെയ്യും? ഒറ്റപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാണ്ട് നമ്മൾ കൂട്ടായിട്ട് നിലവിളിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പറയുന്നത്. പക്ഷെ ഒറ്റയ്ക്ക് നിലവിളിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രയാണ് എൻ്റെ അഭിപ്രായം. സങ്കടമുണ്ട്, പ്രതിഷേധമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നല്ല മനുഷ്യർ വരട്ടെ, നല്ലവർ വരട്ടെ, നല്ലൊരു നാടിനായിട്ട് നമുക്ക് കാത്തിരിക്കുക ഈ ഒരു തിരഞ്ഞെടുപ്പ്. അത്രേ പറയാനുള്ളൂ. അല്ല, ഓരോ മതസ്ഥർക്കും ഓരോ അഭിപ്രായങ്ങളും ഓരോ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ ഇന്ത്യനെ പറ്റി നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് ഇന്ത്യനെ പറ്റി കാണാൻ പറ്റില്ല. ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതേതര രാജ്യമാണ്. എല്ലാ മതങ്ങളും എല്ലാ മതസ്ഥരും എല്ലാ ഭാഷയിലും എല്ലാ ആളുകളും സംസാരിക്കുന്ന എല്ലാവരും ഇപ്പം എൻ്റെ ഓട്ടോയിൽ തന്നെ കയറുന്നവർ ഒരുപാട് വ്യത്യസ്തരായ ആളുകളാണ്, ഒരുപാട് സ്വഭാവമുള്ളവരാണ്, ഒരുപാട് നല്ല ആളുകളാണ്, ചിലപ്പോൾ ചീത്ത ആളുകളും വരെ. പക്ഷെ എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നൊരു തലവനായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, അല്ലെങ്കിൽ നമ്മളെന്നും ദുഃഖിതരാണ്. ചെയ്യുന്നത് നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ആരേതേലും ഏത് സമുദായത്തേലും രാഷ്ട്രീയം മാത്രമായിട്ട് കൊണ്ടുപോകാം. അത് ഒരു മതം അതിൻ്റെ ഇടയിൽ നിർത്തണത് എനിക്കൊരു താല്പര്യമില്ലാത്ത കാര്യം. എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഒരേപോലെ കാണലാണ് ഇന്ത്യയിലുള്ള ആദ്യത്തെയും നമ്മൾ കേട്ടറിഞ്ഞോടത്തോളം നമ്മുടെ പിതാക്കന്മാരമായിട്ട് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ആ ഒരു പ്രവണത കൊണ്ടുപോകണം. അതല്ലാണ്ട് മറ്റേ മണിപ്പൂർ കുറേ കലാപം ഉണ്ടാക്കി, അല്ലെങ്കിൽ അത് കേരളത്തിൽ അതിനെ മുതലെടുക്കാൻ വേറെ പറഞ്ഞു, അത് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പള്ളിയുടെ ലൈനിൽ പോവുക, ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിൻ്റെ, പക്ഷെ അതിലൊന്നും കൈകടത്താണ്ടുള്ള രാഷ്ട്രീയമാണ് നമുക്ക് താല്പര്യം. അതുകൊണ്ട് ഇന്ത്യയുടെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന ഇന്ത്യ വിഭജിച്ച് പല മതങ്ങളും അതുകൊണ്ട് രാഷ്ട്രീയത്തെക്കാളും മോശമായിട്ടുള്ള രീതിയിലേക്ക് കലാപങ്ങളും ഇതൊക്കെ സൃഷ്ടിക്കാൻ കൂടുതൽ ഇടവരാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പ്രാവശ്യത്തെ ഗവൺമെൻറ്റിന്, ഈ പ്രാവശ്യത്തെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. ജനാധിപത്യവും നമ്മളുടെ ഭരണഘടനയും സംരക്ഷിക്കപ്പെടണം. ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. താഴെ തട്ടിലുള്ളവൻ ഉയർന്നു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അല്ലാതെ ഒരു ട്രിക്കിൾ ഡൗൺ പോളിസിയിലൂടെ മുകളിലുള്ളവൻ വലുതായി അവൻ കൊടുക്കുന്ന അന്നം കൊണ്ട് താഴെയുള്ളവൻ ജീവിക്കും എന്നുള്ളതല്ലാതെ ഗവൺമെൻറ് നയങ്ങളിലൂടെ താഴെയുള്ളവനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ഡെവലപ്ഡ് കൺട്രി എന്നുള്ള ഒരു തലത്തിലേക്ക് ഇന്ത്യ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുതകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവട്ടെ എന്ന് ഞാനിത് ആശംസിക്കുന്നു. അല്ല, അതാണ് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മുടെ മാതാപിതാക്കളെ തല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ നമുക്ക് ചിന്ത എങ്ങനെയും ചിന്തിക്കാം അല്ലേ. പക്ഷേ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ രാജ്യം ഉയരണമെന്നും നന്നാവണമെന്നും ആഗ്രഹമുള്ള ഇന്ത്യക്കാരുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. തീർച്ചയായിട്ടും അത് വരും. ആ ഒരു പ്രതിഫലനം ഈ ഇലക്ഷനിലുണ്ടാവും, അതിന് തർക്കമൊന്നുമില്ല. കാരണം ഇവിടെയുള്ളവരെല്ലാം ബുദ്ധിമാന്മാരാണ്. കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ളവർ ബുദ്ധിമാന്മാർ തന്നെയാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ വോട്ട് ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ രാജ്യത്ത് എന്തിനുമുള്ള സാഹചര്യമുണ്ട്, നിയമങ്ങളുണ്ട്. ആ നിയമ സംഹിതകൾ നടപ്പിലാക്കുന്നതിലുള്ള വ്യത്യാസമാണ് വിവിധ കക്ഷികളായി മാറി നിന്നുകൊണ്ട് ഇലക്ഷന് നിൽക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റില്ല, പല കാര്യങ്ങളും പുറത്ത് പറയാൻ പറ്റുന്നു. എനിക്കും ചില കാര്യങ്ങൾ നിങ്ങളോട് പുറത്ത് പറയാൻ പറ്റാത്ത, തുറന്ന് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. പക്ഷേ തീർച്ചയായും ജനങ്ങൾ ഇത് മനസ്സിലാക്കും, ജനങ്ങൾ അതിനനുസരിച്ചുള്ള വോട്ട് ചെയ്യും, സ്ഥാനാർത്ഥി ജയിപ്പിക്കും. ഭരണം എന്ന് പറയാൻ പറ്റില്ല, അതൊരു അടിച്ചമർത്തലാണ്. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ അടിച്ചമർത്തല്ലേ, നമുക്ക് ഭരണം എന്ന് പറയാൻ പറ്റില്ല. വീണ്ടും പൂർവാധികം ശക്തിയാവും അവർ വന്നു കഴിഞ്ഞാൽ. അനുഭവം കൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ അങ്ങാടിയിൽ കിട്ടുന്നുണ്ടോ? എല്ലാറ്റിനും വില കൂടുതലാണ്. അത് വേറൊരു വശം. ജീവിക്കാൻ മാർഗ്ഗമല്ലാണ്ടായി. അടിച്ചമർത്തൽ പ്രശ്നം തന്നെയല്ല, അതൊരു ആശങ്കയല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആശങ്ക. ജീവിക്കാൻ, നമുക്കിഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ, ഇതൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമല്ലേ. അതൊക്കെ അടിച്ചമർത്തല്ലേ, എല്ലാവരുടെ അനുഭവങ്ങളല്ല അതൊക്കെ. സഭകളിലൊക്കെ സംപ്രേഷണം ചെയ്യാണ്ട് ലവ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള കേരള സ്റ്റോറിനൊക്കെ കാണിച്ചിട്ട് നമ്മളതൊരു മതേതരത്വം തകർക്കുന്ന സ്വഭാവം അവർ കാണിക്കുന്നുണ്ട്. പിന്നെ സമാധാനമായിട്ട് ജീവിക്കുന്ന ജനങ്ങളെ മതപരിവർത്തനം നടത്തുക, സാമ്പത്തികമായിട്ട് സഹായിക്കുക, അതിൽ അമർഷം ഉണ്ടാവും ആൾക്കാർക്ക്. അതൊരു എന്താ വെച്ചാൽ ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു പ്രശ്നമല്ല അത്. അവർ മറ്റുള്ളവർ ജീവിക്കാനുള്ള സമ്മതിക്കണില്ലല്ലോ. അതിനങ്ങനെ തന്നെയല്ലേ പറയാം, ശുദ്ധത മാടിത്തരം എന്നല്ല പറയാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലില്ലേ. നമുക്ക് സ്വാതന്ത്ര്യം തന്നുള്ളത് അതിന് വേണ്ടിയിട്ടല്ലേ. നമ്മൾ മറ്റുള്ളവരെ
മതത്തെ, ഭക്ഷണത്തെ, ഇതിനൊക്കെ നമ്മൾ എന്തിനാ അങ്ങനെ വെറുപ്പോടെ കാണുന്നത്? വളരെ മോശമല്ല അതൊക്കെ. ഇവിടെ ഒന്നും കൊണ്ടുപോകണല്ലോ ആരും മരിച്ചു പോകുമ്പോൾ. വളരെ മോശമാവും, ശിലായുഗത്തിലേക്ക് പോണ പോലെ ആവും. ഭരിക്കാൻ നോക്കട്ടെ, നമ്മളെ നാട് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ജനങ്ങളെല്ലാം നമ്മളെ എന്താ പറയുന്നത്, ജ്ഞാനാത്വത്തിൽ ഏകത്വം പറയണില്ലേ, അത് നടപ്പിലാക്കണം. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ ഭൂരിപക്ഷ വർഗീയതനെ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഇന്നിപ്പോൾ ഞാൻ ഫേസ്ബുക്കിലുണ്ട് കണ്ടു, ഹനുമാൻ ഡ്രോണൊക്കെ സെറ്റ് ചെയ്തിട്ട് പറപ്പിക്കണം. ഓരോ വിശ്വാസങ്ങളാണ്, ഓരോ അതിനൊന്നും നമുക്ക് എതിർത്ത് പറയാനൊന്നും നമുക്ക് അവകാശമല്ല. പക്ഷെ മറ്റുള്ള അവകാശങ്ങളെ ഹനിക്കണില്ലേ, അതിന് നമ്മൾ പ്രതിഷേധിക്കണ്ടേ? സാധാരണക്കാർക്ക് പറഞ്ഞ വാക്ക് പാലിക്കുക. ഇന്ന് വരെ ഈ 10 വർഷമായിട്ടും പറഞ്ഞ വാക്ക് പാലിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. തൊഴിലില്ലായ്മ, കലാപങ്ങൾ, അല്ലാതെ രാജ്യത്തിന് ഗുണമായിട്ടൊന്നുമില്ല. കുറേ മുതലാളിമാർക്ക് മാത്രം ഗുണമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ വെറും വിഡ്ഢിത്തരങ്ങൾ വിളിച്ച് പറയാം, ഗ്യാരണ്ടി സ്വയം പൊക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് നരേന്ദ്രമോദിയാണ്. അത് ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തിനെതിരാണ്, ഈ ജനാധിപത്യത്തിനെതിരാണ്. ഇന്ത്യ ഈ ശ്രീരാമ വിളിച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കലും മറ്റു ദേവാലയങ്ങൾ തകർക്കലും അതൊന്നും ഇന്ത്യൻ സംസ്കാരത്തിൽ പെട്ടതല്ല. അതിന് ഭരണകൂട ഒത്താശയോടെ കൂടിയിട്ടാണ് അതിവിടെ സംഘപരിവാർ സംഘടനകൾ അത് ചെയ്യണത്. അല്ലാതെ ഇത് ഇന്ത്യ രാജ്യത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഭരണകൂട ഭീകരതയാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ഈ രാജ്യത്തിന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്വതന്ത്ര കാലഘട്ടത്തിലും നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തിരുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ടവരെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, കാരണം മണിപ്പൂരിൽ നമ്മൾ കണ്ടതാണ് ഏത് ക്രിസ്ത്യാനികളോട് ചെയ്യണത്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ അവർക്ക് വലിയ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവാം. അല്ലാണ്ട് നല്ലൊരു മതേതരവാദിയും നല്ലൊരു വിശ്വാസിയും സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, നമുക്കറിഞ്ഞൂടെ, നമ്മൾ ആഹാരം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യരല്ലേ. നമുക്ക് കാണണല്ലേ മണിപ്പൂരിലൊക്കെ ഉണ്ട് ഒരു പ്രധാനമന്ത്രി. മണിപ്പൂർ ഈ പ്രധാനമന്ത്രിയുടെ ഭാഗം തന്നെയല്ലേ. അദ്ദേഹം ഇത്രയധികം മാധ്യമങ്ങളും എല്ലാവരും പറഞ്ഞിട്ട് പോലും അദ്ദേഹം മണിപ്പൂരും സന്ദർശിക്കാൻ തയ്യാറായില്ലല്ലോ. പിന്നെ രാജ്യത്തിനെതിരെ ചെയ്യുമ്പോൾ പ്രതികരിക്കുന്ന ആളുകളൊക്കെ ജയിലിലടക്കുക, പിന്നെ ഓരോ കരിനിയമങ്ങൾ കൊണ്ടുവരിക, മാധ്യമ സ്വാതന്ത്ര്യമില്ല, വ്യക്തി സ്വാതന്ത്ര്യമില്ല, എഴുത്തുകാർക്ക് കാര്യങ്ങൾ പറയാൻ പറ്റില്ല, സാംസ്കാരിക നായകന്മാരൊക്കെ വായ മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യം പോണത്. അത് മാറണം, ഈ രാജ്യം നിലനിൽക്കണം. ഇന്ത്യ ഒരു മതേതര രാജ്യമല്ലേ, എല്ലാവർക്കും ജീവിക്കണ്ടേ. പിന്നെ അതിലൊരു ഏതിൽ അങ്ങോട്ടും പരസ്പര ആക്രമണം നടന്നിട്ട് കാര്യമില്ല. അല്ല, അതൊരു ശരിയായ നിലപാടല്ല ഏത് മതമായാലും ഏത് പാർട്ടിയിലും. കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യം നിലയിൽ എല്ലാവരും സ്വതന്ത്രമായിട്ട് ജീവിക്കണം, സമാധാനത്തിൽ ജീവിക്കണം. അപ്പോൾ ആരും ആരെയും ആക്രമിക്കേണ്ട എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അതൊരു പരിഹാരമല്ല, ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല ഒരു ആക്രമണം നടത്തുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ചിന്താഗതിയായിരിക്കും. അതിനിപ്പോൾ മറുപടി എന്താണെന്ന് ആക്രമിക്കുന്നതോടെ തന്നെ ചോദിക്കണം എന്തുകൊണ്ടാണെന്നുള്ളത്. അതിന് നമുക്കൊരു വ്യക്തിയോട് മറുപടി പറഞ്ഞു. ചെയ്യണത് ഏതായാലും ശരിയല്ല, ആരായാലും ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കളായാലും മുസ്ലിംസിനായാലും അതേമാതിരി മറിച്ച് ഇങ്ങടായാലും ചെയ്യണത് ശരിയല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അല്ല, അപലപിക്കാൻ മാത്രം ഒരു നേതാവല്ലോ, ആ നടപടി ശരിയല്ല, അതൊരു തെറ്റായി കീഴടക്കണം. ആരും ആരെയും ആക്രമിക്കരുന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. മോശം അവസ്ഥയാവും, അത് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. മതങ്ങൾ അവരെ വഴിക്ക് പോട്ടെ, രാഷ്ട്രീയക്കാരും വോട്ടർമാരും അവരുടെ വഴിക്ക് പോട്ടെ. വോട്ട് ചെയ്യണമെന്ന് അവർക്ക് ആരും വേണമെന്ന് അവർ തിരഞ്ഞെടുത്തോട്ടെ. അതിന് മതം കൂട്ടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. മതത്തിൻ്റെ വഴി, രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പൊക്കെ അതിൻ്റെ വഴി. ഞാൻ ആ പക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അത് വോട്ടർമാരാണല്ലോ പൂർണ്ണമായിട്ട് തീരുമാനിക്കുന്നത്. നമുക്കൊരു അഭിപ്രായം പറയാം, മതവാദികൾക്ക് കൊടുക്കരുത് എന്നുള്ളത്. പക്ഷേ അത് നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ്. പിന്നെ വോട്ടർമാർ അല്ല, അത് രാഷ്ട്രീയം മതം കൂടി കൂട്ടിക്കൊടിച്ച് കഴിഞ്ഞാൽ എപ്പോഴും അത് നാശത്തിൽ അവസാനിക്കുന്നുള്ള പക്ഷക്കാരൻ ഞാൻ. അത് രണ്ടായിട്ട് തന്നെ നിൽക്കണം. ശരിയല്ല. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ആരാധനാലയം പൊളിക്കുന്നത് ശരിയല്ലല്ലോ. അത് അവരുടെ അവകാശങ്ങൾ, അവരുടെ മതങ്ങളുടെ അവകാശങ്ങളാണ്. അവരാരാധിക്കുന്ന ആരാധനാലയങ്ങൾ പൊളിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുമതിയില്ല. അത് ശരിയും വർഗീയ ചിന്താഗതിയാണ്. അത് BJPയെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ല. കാരണം നമ്മളെ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്തെ രാജ്യം കൊണ്ടുപോയി തുറക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് BJP ചെയ്തുകൊണ്ട്. ജനങ്ങൾക്ക് വലിയ സ്വകാര്യ ഇതില്ല. അതായത് അവരുടെ സ്വസ്ഥമായ ജീവിതത്തിലേക്ക് ഇപ്പോഴും വെളിച്ചത്തിൻ്റെയോ അവർ പറഞ്ഞ വാഗ്ദാനങ്ങളുടെയോ ഒന്നും തന്നെ എത്തിയിട്ടില്ല. വെറുതെ വോട്ട് ചോദിച്ചിട്ട് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനം. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. പള്ളികൾ ആരായാലും, പള്ളിയായാലും അമ്പലമായാലും ഏതായാലും തകർക്കുമ്പോൾ അത് ശരിയല്ല, നല്ല കാര്യങ്ങളല്ലായിരുന്നു. എല്ലാവർക്കും ജീവിക്കാനുള്ള ഇതിവിടെ ഉണ്ട്.
ജനാധിപത്യമായിട്ട് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പോകുന്നതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത് ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ്റേതാവും പിടിപ്പുകേടാവും. അല്ല എന്താ പറയുക, അവർക്കിപ്പോൾ ഹിന്ദു രാഷ്ട്രമാക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അവർക്ക്. അതുകൊണ്ട് വരുന്ന ഓരോ കാര്യങ്ങളാണ്. BJPക്കാർ അങ്ങനെയല്ലേ കാണുമല്ലോ. അല്ല അവരങ്ങനെ പറയില്ലല്ലോ, അവരെത്രയില്ല അവരെ നേതാക്കന്മാരല്ലേ, ഭരിക്കണത് അവരല്ലേ. അതുകൊണ്ട് അവരങ്ങനെ തന്നെ പറയുള്ളൂ. അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ തന്നെയാണ്. അതാണ് ഇത് അതല്ലേ ഈ പറയണത്, ഇങ്ങനെ പോകാൻ പാടില്ല. അതൊക്കെ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ അത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ മതേതരത്വം, എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം മതവിഭാഗക്കാർ ഒരുപോലെ നീങ്ങുക, അത് നമ്മൾ ഉദ്ദേശിക്കുന്നു. അതിനിവിടെ ഒരു ഇടതുപക്ഷ ചിന്താഗതിയുള്ളൊരു വരണം. ജയ് ശ്രീറാം വിളിക്കുക എന്ന് പറയുന്നത് രാമൻ്റെ പേരിൽ ഈ ചെയ്യണതൊക്കെ വെറും പേക്കുത്തളല്ലേ. ശരിക്കും പറഞ്ഞാൽ രാമനെ കൂട്ടുപിടിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഈ നിലപാട് മൊത്തം നടക്കുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ ഇവർക്കൊന്നും നടത്താൻ പറ്റില്ല ഇവിടെ. അപ്പോൾ ഒരു വിഭാഗത്തെ ഭിന്നിപ്പിച്ച് ഭരിച്ചാലേ ഇവിടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊക്കെ. അത് ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലായും. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അത് മനസ്സിലാവുന്നത് ഉറപ്പാണ്. അതായത് ഇപ്പോൾ പശു ബെൽറ്റ് എന്നൊക്കെ പറയണ്ടല്ലോ, ഇപ്പോൾ അവിടെ കുറച്ച് ആളുകളുണ്ട്, അവർക്കത് മനസ്സിലാവാൻ പാടില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ അരിഭക്ഷണം കഴിക്കണേ കേരളത്തിൽ എന്തായാലും ജനങ്ങൾക്ക് അത് മനസ്സിലാവുന്നുള്ളത് 100% ഉറപ്പാണ്. സുരേഷ് ഗോപിനെ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് വെറും മണ്ടത്തരാണ്. അതൊക്കെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ കാശ് കൊടുത്തിട്ട് ചെയ്യിപ്പിക്കണമെന്ന് എല്ലാവരും പറയുള്ളൂ, ഞാനടക്കം. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ആ മാതാവിൻ്റെ തലയെ കൊണ്ട് വെച്ച ആ കിരീടം, അതുപോലും അതെല്ലാവർക്കും അറിയണ കേസല്ലേ. അതൊരു കാട്ടിക്കൂട്ടലല്ലായിരുന്നു അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇപ്പോൾ എല്ലാവർക്കും അതിപ്പോൾ അവരുടെ മുമ്പിലൊരു എന്താ പറയുക, അവർക്കൊരു കാട്ടിക്കൂട്ടാൻ വേണ്ടി മാത്രം ചെയ്തൊരു ഇടപാടിനെ അതിനെപ്പറ്റി പറയാനുള്ളൂ. കൂടിയിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളോട് വളരെ ക്രൂരത കാണിക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറി. അത് എനിക്ക് പറയാനുള്ള ഒരു അർഹത എനിക്കുണ്ട് ഇന്ത്യൻ ഒരു പൗരനായതിൻ്റെ പേരിൽ. ഇന്ത്യയിൽ അതുപോലെ ലോകത്തിലിപ്പോൾ 2 സ്ഥലത്തിപ്പോൾ ഈ ഉപരോധം ഏർപ്പെടുത്തിയുള്ളൂ, ഒന്ന് ഖത്തറിലും ഒന്ന് കേരളത്തിലും. ഇതൊട്ടേനൊക്കെ കേരളത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കുക, സാമ്പത്തികമായിട്ട് കേരളത്തിനെ വളരെയധികം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക കേന്ദ്രം. തൊട്ടേനൊക്കെ അത് രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ടാണ്. എല്ലാവർക്കും ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാനുള്ള, ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവിച്ച ആളുകളാണെങ്കിലും വിശ്വാസിയാണ് ഞാൻ. അത് ചെയ്യുന്നത് ശരിയല്ല. എല്ലാ മതസ്ഥരെയും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, എല്ലാ മതസ്ഥരെയും. അവർ ദൈവവിശ്വാസിയാണ്, പക്ഷേ എല്ലാ മതസ്ഥരെയും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. അവസ്ഥ വളരെ മോശം തന്നെയാണ്. ഈ നോട്ട് നിരോധനം ഉണ്ടാക്കി ഒരാൾക്ക് അതുകൊണ്ട് ഗുണം ചെയ്തില്ല. കണ്ടമാനം 2000 നോട്ടൊക്കെ അടിച്ചിറക്കി ഒരു ഗുണം ഒരാൾക്ക് ചെയ്തില്ല. ഇപ്പോൾ സംശയങ്ങൾക്ക് ഇടവരെയുള്ളൂ. ഇപ്പോൾ വളരെയധികം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു മറ്റുള്ള കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് മനസ്സിലാക്കാൻ ഒരു അജണ്ടയാണ്. അതായത് വർഗീയമായിട്ട് ജാതിയും മതവും പറഞ്ഞ ആൾക്കാരെ വേർതിരിച്ച് ഇവിടെ ഇലക്ഷന് വിജയം നേടുക എന്നുള്ള RSSൻ്റെ മുഖ്യമായിട്ട് അജണ്ടയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണം തന്നെ ഇതൊക്കെ നമ്മളെ മൈൻഡിൽ വന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് ഇവിടെ സംസാരം തന്നെ വരുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ മതം ഉപയോഗിച്ച് രാഷ്ട്രീയം പറയുന്നത് കൊണ്ടാണ്. അത് RSSൻ്റെ അജണ്ടയോട് നടപ്പിലാവും. ഈ ചോദ്യം തന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. വളരെ മോശമാവും. നാളെ ഹിന്ദു മുസ്ലിമോ ഇവിടെ എന്താ പറയുക മതത്തിൻ്റെ ജാതിയിൽ വെട്ടി രണ്ട് ഭാഗമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും. ഉത്തരേന്ത്യയിൽ കാണുന്ന പോലത്തെ ഒരവസ്ഥ ഇവിടെ നേരം വൈകിയാണെങ്കിലും കേരളത്തിലും വരുവാൻ സാധ്യത ഉണ്ട്. അതന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ജനാധിപത്യം തകരും, മതങ്ങൾ വിജയിക്കും, മനുഷ്യർ നശിക്കും. അതുണ്ടാവും. അതിനോട് എനിക്ക് താല്പര്യമില്ല, അഭിപ്രായമില്ല. കാരണം ഏത് മതത്തിനായാലും മറ്റുള്ള മതത്തിനെ ആക്രമിക്കുന്നതിനോട് താല്പര്യമില്ല. എല്ലാവരും ഒരു ഹ്യൂമൻ ബീയിങ് അങ്ങനെ ഒരു രീതിയിൽ കാണുന്നതിനോടാണ് എനിക്ക് താല്പര്യം. അതിലൊരു രാഷ്ട്രീയമോ മതമോ വെച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ. അതിപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ വിശ്വാസം, നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം. അതിലിപ്പോൾ രാഷ്ട്രീയമായാലും മതമായാലും അതിൽ ഇടപെടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മണിപ്പൂർ വിഷയം അവിടെ ഉണ്ട്. ഇപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ വേറെ ബേസാണ്, അവിടെ വേറെ ബേസാണ്. അവിടെ അത്രയ്ക്കുള്ള എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണ്, ആൾ ഹിന്ദുവാണ്, ഞങ്ങൾ ഒരുമിച്ച് നടക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇപ്പോൾ എല്ലായിടത്തും ഇല്ല. ചില ആളുകൾ അങ്ങനെയാണ്, അത് വിചാരിച്ചിട്ട് മൊത്തം അങ്ങനെയാണെന്ന് പറയാൻ അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ മെയിനായിട്ടുള്ള സാധനം എഡ്യൂക്കേഷൻ തന്നെയാണ്. അത് ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇത്. ഒരു എന്താ പറയുക, പിന്നെ എക്സ്പെഷ്യലി ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയം കുത്തിക്കയറ്റി കുട്ടികളിൽ തന്നെ രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കുക,
അവരെ കൊണ്ട് തോന്നിയാസങ്ങൾ ചെയ്യിപ്പിക്കുക. അത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ പ്രശ്നം തന്നെയല്ലേ. കുട്ടികളുടെ രാഷ്ട്രീയം കുട്ടികളെ കുട്ടികളായിട്ട് കാണാണ്ട് അവരിൽ തന്നെ ഗ്രൂപ്പീസ് ഉണ്ടാക്കുക, രാഷ്ട്രീയം ഉണ്ടാക്കുക, എന്നിട്ട് അവരെ കൊണ്ട് തമ്മിൽ തെല്ലിപ്പിക്കുക. ഇപ്പോൾ അത് അവർ ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ അവരെ മാറ്റി നിർത്തും. ഞങ്ങൾക്കറിയില്ല അത് കുട്ടികൾ ചെയ്തതെന്ന് പറയും. പക്ഷേ അവരെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോസ്റ്ററുകൾ മുഴുവൻ ഒട്ടിക്കണത് എല്ലായിടത്തും കുട്ടികളല്ലേ ഒട്ടിക്കണത്. ഈ ഒരു കോളേജ് ലെവലിലുള്ള കുട്ടികളാണ് ഒരുവിധം ഈ സാധനങ്ങളൊക്കെ ഒട്ടിക്കാനൊക്കെ നടക്കുന്നത്. അല്ലാണ്ട് പ്രായമായൊന്നല്ല. ജോലിക്ക് പോണവരാരും ഈ പണിക്ക് നിൽക്കണില്ല. രാഷ്ട്രീയത്തിൽ ജോലിക്ക് പോണവർ എത്ര പേര് രാഷ്ട്രീയത്തിൽ കൂടുതലായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കുക. അവർക്ക് ജോലിയായി, അവരുടെ ഫാമിലി പ്രോബ്ലംസായി, അങ്ങനെ പോകും. അക്രമ സ്വഭാവം ശരിയല്ല. അത് വളർത്തുന്നത് ഇവരൊക്കെ തന്നെയല്ലേ, രാഷ്ട്രീയക്കാരും മതത്തിൻ്റെ ആളുകളും. അവർക്ക് ഇത് ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. ഇതില്ലെങ്കിൽ അവരെ ആരെങ്കിലും ശ്രദ്ധിക്കൂ? ഈ അക്രമ സ്വഭാവങ്ങളില്ലെങ്കിൽ ഇപ്പോൾ ഈ പാർട്ടിയിൽ എത്ര പേര് നിൽക്കും? ഇവരെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ, ഈ കുട്ടികളെ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ എത്ര പേര് ഈ രാഷ്ട്രീയത്തിൽ നിൽക്കും? ശരിയായിട്ട് നാച്ചുറലായിട്ട് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ രാഷ്ട്രീയം ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത്? കുറച്ച് പേർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ നമ്മളതിനെയൊക്കെ മിസ്യൂസ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ഫണ്ടുകളൊക്കെ ശരിക്കും നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ശരിക്കും ചിന്തിച്ചിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മുഴുവൻ. ഒരു MP ചെയ്യുന്ന ഫണ്ടുകളായാലും MLA ചെയ്യുന്ന ഫണ്ടുകളായാലും ശരിക്കും നാടിന് എത്രത്തോളം അവരൊരു 1 കോടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 1 കോടി രൂപ നമ്മുടെ നാടിന് വേണ്ടി അവർ ചിലവാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ചുരുങ്ങിയതൊരു 50 ലക്ഷമെങ്കിലും നമ്മുടെ നാടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണോ ശരിക്കും നമ്മുടെ ഗുണമുള്ള കാര്യങ്ങളാണോ ചെയ്യണമെന്ന് നോക്കി നോക്കിയേ. ജീവിക്കുക എന്നുള്ളത് എല്ലാ ജനങ്ങളും ആവശ്യമാണ്. പിന്നെ ഭക്തി എല്ലാവരും ആവശ്യമാണ്. എല്ലാവർക്കും ജീവിക്കണം. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. അതവർ സമീപനം പാലിക്കണം. ഇനിയിപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അതൊക്കെ നിയന്ത്രിച്ച് മൊത്തത്തിൽ ജനങ്ങളെ ഒരുമിച്ചൊരു സൗഹാർദ്ദം കണക്കാക്കി അതൊന്നും ചെയ്യാതിരിക്കുക. പരമാവധി സമീപനം പാലിക്കുക. അതൊന്നും ചെയ്യരുത്. അമ്പലം അടിച്ചു പൊളിക്കുക, അതുപോലെ പള്ളി ഒക്കെ വളരെ നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളാണ്. മനുഷ്യന് എത്ര കാലം ഈ ഭൂമിയിൽ തുടരുന്ന് അത്രയും കാലം ഇതൊക്കെ വേണ്ടതാണ്. നമ്മളൊക്കെ പോകും. പക്ഷേ ഇത് എല്ലാ കാലത്തും നിലനിൽക്കും. എന്നേക്കായിട്ടുണ്ടാവും. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ദുരന്ത വാർത്ത കേൾക്കുമ്പോഴും മനസ്സിലൊരു വിഷമം ഉണ്ടാവും. നമുക്ക് വിഷമിക്കാന്നല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ നാട്ടിൽ തന്നെ എന്തൊക്കെ ദുരന്തങ്ങൾ നടക്കണേ, നമ്മൾ സങ്കടപ്പെടുന്ന അതാലോചിച്ച് ഖേദിക്കാന്നല്ലാണ്ട് നമുക്ക് അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയാണ്. കാരണം ഇത് മതനിരപേക്ഷ ഇന്ത്യയാണ്. ഇവിടെ എല്ലാ സമൂഹത്തിലുള്ളവരും ഒന്നായി നിലകൊള്ളേണ്ട ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ആ രാഷ്ട്രത്തെ ഹിന്ദുത്വവൽക്കരിച്ചുകൊണ്ട് BJP അതിനെ ശക്തമായിട്ട് BJPയുടെ കീഴിലുള്ള ഒരു ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള തയ്യാറെടുപ്പിനെ വളരെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യനും ഹിന്ദുവും മുസൽമാനും എല്ലാവരും ഒരേ രീതിയിൽ ഒരു നല്ല സൗഹാർദ്ദത്തോടു കൂടി പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ BJP എന്നൊരു രാഷ്ട്രീയം അവർ ഉന്നയിക്കുന്നത് ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാനുള്ള ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അവർ മതവർഗീയത നിരത്തിക്കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തെ നേരിടുന്നതും. ഈ പ്രകടന പത്രിക പോലും BJP അവരുടെ അജണ്ട വെച്ചിട്ടുള്ളത് ഹിന്ദു രാജ്യമാക്കുക എന്ന ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അവരതിനെ ഉറ്റുനോക്കുന്നത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതുപോലെ മൂന്നാമതായി കമ്മ്യൂണിസ്റ്റുകാരെയും വരുത്തിക്കൊണ്ട് ഹിന്ദു രാജ്യമാക്കി മാറ്റുവാനുള്ള തീവ്ര ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ്, വളരെ മോശം. ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര ശക്തിയാണ്. ഒരു ഒറ്റ വർഗീയ ശക്തിയുള്ള കയ്യിലല്ല. എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും സമത്വത്തോട് ജീവിക്കണം. വളരെ മോശം, വളരെ മോശം, വളരെ മോശമാണ്. ഒരു അച്ഛനെന്നല്ല, ഒരു പൂജാരി എന്നല്ല, ഒരു മുസ്ലിം ഇമാമിനെന്നല്ല, ആരെയും ഇവിടെ ആക്രമിക്കാൻ പാടില്ല. അതെന്തായാലും ഒരു വർഗീയ ശക്തികളുടെ ഒരു സമാധാനം കെടുത്തുന്ന രീതിയിലുള്ള പോക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശം, വളരെ മോശമാണ്. ഈ അച്ഛന്മാരടിക്കുന്നതും അല്ലെങ്കിൽ ഇമാമിനെ ആക്രമിക്കുന്നതും പൂജാരെ ആക്രമിക്കുന്നതും എല്ലാം അത് ഇന്ത്യക്ക് പറഞ്ഞിട്ടുള്ളതല്ല. സമാധാനം കാക്ഷിക്കുന്ന ജനങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സമാധാനമുള്ള ഒരു നല്ലൊരു കക്ഷി ഇവിടെ വരണം. അല്ല ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു വർഗീയ ശക്തികളെ ഇവിടെ ഒരിക്കലും ഭരിക്കാൻ സമ്മതിക്കില്ല. ഇവിടെ ഭരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ മോശമാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്.
ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വർഗീയ ഫാസിസ്റ്റുകളുടെ കടന്നാക്രമണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ് എടുത്താലും ഇപ്പോൾ കേരളത്തിൽ കുറച്ച് കുറവാണെങ്കിൽ മറ്റുള്ള സംസ്ഥാനം നോക്കിയാൽ വളരെ മോശമാണല്ലോ. നമുക്ക് പത്തെടുത്ത് നോക്കിയാലും ദൃശ്യമാധ്യമം എടുത്ത് നോക്കിയാലും അവരുടെ കുത്തഴിഞ്ഞ കാട്ടുകൂട്ടിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സമാധാനം എന്ന് പറഞ്ഞാൽ കാക്ഷിക്കുന്നില്ല.